കാരണം ഒരുപാട് വിഷമിച്ചു. അവൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ പ്രത്യേകിച്ച് പ്രസവിക്കാൻ റെഡിയായിരിക്കുന്ന ഒരു 20 ദിവസമാണ് വയറ്റിൽ കിടന്ന് അവൻ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത്. കാരണം അന്നത്തെ ഇഷ്യൂ വന്നപ്പോൾ ഞാനെപ്പോഴും പ്രഷർ എടുക്കരുതെന്ന് പറയും. കാരണം വന്നു പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് അതിനൊരു പരിഹാരം. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാൽ അവളങ്ങ് വല്ലാതെ തകർന്നു. കാരണം കേസിലെ 2ാം പ്രതി, പിന്നെ FIR ഇട്ട വകുപ്പുകളെല്ലാം കടുത്തുപോയി. അതും അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് കൊണ്ടു നടന്ന 3 പെൺകുട്ടികളാണ് ഇത് ചെയ്തത്. കുറ്റം അവർ ചെയ്തിട്ട് നമുക്കെതിരെ കേസ് വരുന്നു. അപ്പോൾ അത് കുറേ തവണ ആശുപത്രിയിലാവേണ്ടി വന്നു. അപ്പോൾ പുറത്ത് അമ്മ വിഷമിക്കുന്നുണ്ടെങ്കിലും അകത്ത് കിടക്കുന്ന കുഞ്ഞ് എന്തുമാത്രമാണ് അനുഭവിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ അവൻ്റെ ഒരു വരവ്, മേ ബി ആ പ്രശ്നം കഴിഞ്ഞൊരു വരവ്, പുതിയ ലോകത്തോട്ട് വന്നത് ഓസിക്കും അശ്വിനും അവരുടെ കുടുംബത്തിനും പ്ലസ് ഞങ്ങളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും വല്ലാത്തൊരു ആനന്ദം തന്ന്, അളവില്ലാത്ത ആനന്ദം തന്ന ഒരു സംഭവമാണ്. അവൻ വന്നതിന് ശേഷം എല്ലാം നന്മകൾ, അതിന് മുമ്പ് മോശം നടന്നതല്ല, പൊതുവേ നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒരു നന്മയുടെ അളവ് കൂടിയിരിക്കുന്നു. അവൻ്റെ വരവൊരു വളരെ പോസിറ്റീവ് ഒരു വരവാണ്, അനുഗ്രഹമാണ് അവൻ. അപ്പം മക്കളുടെ ഓരോരുത്തരുടെയും ഓരോ സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചിലപ്പം ചേട്ടൻ എടുത്ത് പറയാറുണ്ട്. നമ്മൾ ചിലപ്പം യൂട്യൂബ് വ്ളോഗിലും ഒക്കെ കാണാറുണ്ട്. സോ ഈ കൂട്ടത്തിൽ ഈ യൂട്യൂബ് വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഭയങ്കര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരാ? അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് അതൊക്കെ ഇടുന്നതാരായിരിക്കും? സംശയമൊന്നുമില്ല, അഹാന തന്നെയാണ്. അതിനകത്ത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിന്ന് ആദ്യം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് നമുക്ക് അറിവില്ല, എന്തൊക്കെയോ ചെയ്തു തുടങ്ങുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ എൻ്റെ കൂടെ എന്തൊക്കെയോ ചെയ്തു തുടങ്ങി. ആ സമയത്ത് അഹാനയ്ക്ക് എഞ്ചിനീയറിങ്ങിനായിട്ട് എല്ലാം റെഡി ആയപ്പോഴാണ് അവൾക്കത് വേണ്ട എന്ന് പറഞ്ഞ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എൻട്രൻസ് എഴുതി അത് കിട്ടിപ്പോകുന്നു. അവൾ അതും കഴിഞ്ഞ് PGയും എടുത്ത്, ഡിഗ്രി കഴിഞ്ഞ് PG എടുത്ത് മൈക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്ത് വരുമ്പോൾ ആണ് കോവിഡ് വരുന്നത്. അപ്പോൾ അവൾ ഇതിനകത്ത് എഡിറ്റിങ്ങും ഫോട്ടോഗ്രാഫിയും ഭയങ്കര, അതാണ് സ്പെഷ്യലൈസ് ചെയ്തത്. അവളങ്ങോട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. കോവിഡ് വന്നപ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയയുടെ ട്രാഫിക് ഓൾമോസ്റ്റ് ഒരു 140% കൊണ്ട് കൂടി. അപ്പോൾ അവളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും, അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്, ഇൻക്ലൂഡിങ് സിന്ധുവിനെ എല്ലാം. അപ്പോൾ എനിക്കൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിൽ അഹാനടുത്ത് ചോദിച്ചാൽ അവൾ അതിനകത്തൊരു എക്സ്പേർട്ടായി മാറി. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അഹാന അങ്ങനെ തട്ടിക്കൂട്ടിയൊരു വീഡിയോ ചെയ്യില്ല. ചെയ്യുമ്പോൾ ടൈം എടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉദയ്പൂർ എന്നൊരു സ്ഥലത്ത് പോകുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഉദയ്പൂരിന് ഇങ്ങനെ ഒരു പേര് കിട്ടിയത്, ആരായിരുന്നു ഇവിടുത്തെ 100 വർഷം മുമ്പുള്ള രാജാവ്, കംപ്ലീറ്റ്ലി ഒന്ന് പഠിക്കും. പഠിച്ചതിന് ശേഷം ഒരു സ്റ്റോറി ഉണ്ടാക്കും, ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കി അതിനൊരു ക്ലൈമാക്സും എല്ലാം ഉണ്ടാക്കിയതിന് ശേഷമേ അവൾ പണി തുടങ്ങത്തുള്ളൂ. ഓക്കെ, ഞാൻ അത് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നുണ്ട്. അതായത് അഹാനയുടെ വ്ളോഗ്സിൽ അഹാനയുടെ ചിലപ്പോൾ ഓൾറെഡി മനസ്സിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവുമോ, ഉള്ളിൽ ഫസ്റ്റ് ഷോട്ട് ഇന്നത് എടുക്കണം, അങ്ങനെ ഉണ്ടാവുമോ? കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ടേ ചെയ്യത്തുള്ളൂ. പോടല്ലേ? അത് സിന്ധുവിൽ നിന്ന് കിട്ടിയതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സിന്ധുവിൽ ഭയങ്കര ഒരു ഡയറക്ടർ കിടപ്പുണ്ട്. ഇവള് സ്കൂളിൽ പഠിച്ചപ്പോൾ തമിഴ്നാട്ടിൽ ഊട്ടിയിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ സിന്ധുവും ഹസീനയും സുലുവും ഇവരാണ് 3 കൂട്ടുകാർ. അപ്പോൾ അവർ സ്ഥിരം അഭിനയിക്കലും, അന്ന് ക്യാമറയൊന്നുമില്ല. സ്കൂളിനകത്തെ ടൈം പാസിൽ സുലുവാണ് നായിക, ഹസീന പ്രൊഡ്യൂസർ, സിന്ധുവാണ് നായികയും ഡയറക്ഷൻ. അപ്പോൾ സിന്ധുവിന് എപ്പോഴും, ഇപ്പോൾ സിന്ധുവിൻ്റെ വ്ളോഗ് വലിയ സംഭവങ്ങളൊന്നും ആയിരിക്കില്ല, നല്ല രീതിയിൽ നറേറ്റ് ചെയ്യാൻ അറിയാം, ആ കഥ പറഞ്ഞു പോകാൻ ഒരു കഴിവുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം അഹാനയിൽ കിട്ടി. അപ്പോൾ പലരും പറഞ്ഞു കൃഷ്ണകുമാർ സിനിമാ രംഗത്തുണ്ടായിരുന്നുണ്ട്. ഞാനങ്ങനെ വലിയൊരു കലാകാരനല്ല, ബൈ ആക്സിഡൻറ്റ് വന്ന് ഈ മേഖലയിലൊന്ന് ശോഭിച്ചതാണ്. ആക്ച്വലി സിന്ധു ആയിരുന്നു എൻ്റെ മുമ്പ് വല്ല സിനിമയിലൊന്നും വന്നിരുന്നു, അവിടെ രക്ഷപ്പെട്ടു പോയതിന്. ഓക്കെ, ഇപ്പം ഇഷാനിയുടെ പുതിയ സിനിമ വരികയാണല്ലോ കാളിദാസ് ജയറാമിൻ്റെ കൂടെ. അപ്പോൾ നേരത്തെ ജയറാമേട്ടനും ചേട്ടനും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ മക്കൾ ഒന്നിച്ചു വരുവാണ്, അടുത്ത ജനറേഷൻ വരികയാണ്. അപ്പോൾ ഈ ഒരു അതായത് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വിളിച്ചു, കാളിദാസ് ആണ് ഓപ്പോസിറ്റ് വരുന്നത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ചേട്ടൻ്റെ ഒരു റിയാക്ഷൻ? ഞാൻ വലിയ എക്സൈറ്റഡ് ആവുന്ന ഒരാളല്ല, എങ്കിലും സ്വാഭാവികമായിട്ടും ജയറാമേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതുപോലെ 1 സിനിമയിൽ ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ കൂടെയും ഇഷാനി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിനേക്കാൾ എനിക്ക് ത്രില്ലിങ് അതിനകത്ത് തോന്നാൻ കാര്യം, എൻ്റെ അച്ഛൻ നേരത്തെ മരണപ്പെട്ടു പോയ ആൾ, അച്ഛൻ അല്പം സിനിമ കമ്പം ഉണ്ടായിരുന്ന ആൾ, കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പണ്ട് ഒരവസരം കിട്ടി മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ. അത് GS വിജയൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പടമാണ്, ചരിത്രം എന്നാണ് സിനിമയുടെ പേര്. 2 സീനുണ്ട്, ഡയലോഗൊക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞ് എനിക്ക് മമ്മൂട്ടിയോട് അഭിനയിക്കാൻ അവസരം കിട്ടി. അത് കഴിഞ്ഞ് ഇഷാനിക്കും കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഞങ്ങളുടെ ഭാഗ്യത്തിനേക്കാൾ
ആ മനുഷ്യൻ്റെ ഒരു യോഗം വേറെ ഒന്നുമില്ല, ഞങ്ങളോട് അഭിനയിക്കുന്നില്ല. അന്നും അതായത് അച്ഛൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴും എൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞപ്പോഴും എൻ്റെ മകൾ അഭിനയിച്ചപ്പോഴും ഇദ്ദേഹം അതേപോലെ ചെറുപ്പമായിട്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയ ചിലപ്പോൾ സമയം കൊള്ളാമെങ്കിൽ നാളെ ഓമിക്കൊരു അവസരം കിട്ടുമെന്ന് തന്നെ. അസാമാന്യ അനുഗ്രഹീതനായൊരു മനുഷ്യനാണ് മമ്മൂട്ടി. ഇത്രയും കാലം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുക, സൗന്ദര്യം, ശരീര സൗന്ദര്യവും ശബ്ദ സൗന്ദര്യവും എല്ലാം നിലനിർത്താൻ കഴിയുക. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യം സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഞാനൊക്കെ അങ്ങനെ വലിയ ഹീറോ വേഷം ചെയ്ത ഒരാളല്ലോ സിനിമയിൽ. അപ്പോൾ നമ്മൾ അഭിനയിക്കുമ്പോൾ ഹീറോ വേഷം ചെയ്ത് ജയറാം അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെയൊക്കെ എൻ്റെ മകൾക്കും അവസരം കിട്ടുമ്പോൾ എക്സൈറ്റഡ് അല്ല, പക്ഷേ ഡെഫിനറ്റ്ലി അതൊരു നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ രാഷ്ട്രീയ താല്പര്യമുണ്ടോ? ബേസിക്കലി രാഷ്ട്രീയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ എല്ലാവർക്കും താല്പര്യമുണ്ട്. അതായത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു പ്രവൃത്തി മാത്രമാണ്. അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഓരോരുത്തർക്ക് ചേരാം, അത് അവരവരുടെ വിശ്വാസം അനുസരിച്ച്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ശ്രീനിധി ആയിക്കോട്ടെ, ഇവിടെ നിൽക്കുന്ന ക്യാമറയുടെ ബിഹൈൻഡ് നിൽക്കുന്ന രണ്ടുപേരായിക്കോട്ടെ, എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടാവണം. പിന്നെ രാഷ്ട്ര നിർമ്മാണത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ വേണം. അതിപ്പോൾ ഒരാൾക്ക് കോൺഗ്രസിനോടായിരിക്കും ഇഷ്ടം, ഒരാൾക്ക് BJP ആയിരിക്കും, ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, ഒരു മറ്റൊരു പാർട്ടി. ഏത് പാർട്ടിയിലാണെങ്കിൽ പോലും അത് രാജ്യത്തിൻ്റെ നന്മയ്ക്കാണെങ്കിൽ അതിന് ഒരു കുഴപ്പമില്ല. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി BJP ആയതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അതിനോട് തന്നെ ഇഷ്ടം വരണമെന്നില്ല. ഞാൻ നിർബന്ധിച്ചിട്ടില്ല, അവരാരും പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ഞാൻ ഇലക്ഷൻ നിൽക്കുമ്പോൾ അവിടെ പാർട്ടി എന്നതിനേക്കാൾ അവരച്ഛനെ ജയിപ്പിക്കണം, അച്ഛൻ ജയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, അവർ വരും. സ്വാഭാവികമായിട്ടും അതിനെ പലരും രാഷ്ട്രീയ ഒരു പാർട്ടിയുമായി ബന്ധപ്പെടുത്തി കാണാറുണ്ട്. അവർക്കങ്ങനെ ഇന്ന പാർട്ടിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എന്ന് വെച്ച് BJPയുടെ ഇഷ്ടക്കുറവുമില്ല. ഓക്കെ. ഈ പൊളിറ്റിക്കൽ ലിറ്ററസി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആ ഒരു യങ് ജനറേഷന് ശരിക്കും വേണ്ടുന്ന ഒരു കാര്യമല്ലേ? എന്നാൽ മാത്രമല്ലേ നമുക്ക് ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കറപ്ഷൻ വരാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവാൻ പൊളിറ്റിക്കൽ ലിറ്ററസി ആവശ്യമല്ലേ ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഇടയ്ക്ക്? നിർബന്ധമായും അതിനുവേണ്ടി ചെറുപ്പക്കാർ കുറച്ച് സമയം ചിലവാക്കണം എന്ന് തന്നെയാണ്. കാരണം സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാർ പലപ്പോഴും അവരുമായിട്ട് കൂടുമ്പോൾ ചോദിക്കുന്നത്, അങ്കിൾ ഞങ്ങളൊക്കെ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്, എന്ത് പ്രയോജനം ഞങ്ങൾക്ക് കിട്ടുന്നത്? അപ്പോൾ ആ ചോദ്യത്തിൽ അർത്ഥങ്ങളുണ്ട്, അതിനകത്ത് കുറേ ശരികളുമുണ്ട്. പക്ഷെ എങ്കിൽ പോലും യുവാക്കൾ എന്ന് പറയുന്നവർ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യണം. കാരണം ഒരു രാജ്യത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് 57 വയസ്സുകാരനായ എന്നിലല്ല, ചെറുപ്പക്കാരിലാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവരുടെ ഇൻവോൾവ്മെൻറ്റ് കൂടണം. നേരിട്ട് വന്ന് പാർട്ടി പ്രവർത്തിക്കണം എന്നല്ല, അറിഞ്ഞിരിക്കണം നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, മറ്റ് ലോകരാജ്യങ്ങൾ എന്തൊക്കെ സംഭവിക്കുന്നു, നമുക്കിതിനകത്ത് എവിടെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ച് ഞാൻ വാശി പിടിക്കുകയല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ, അങ്ങനെയാണ്. അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് പല പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നത്